എല്ലാവർക്കും നമസ്കാരം. സാനിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇത് ഇന്നലെ കൊണ്ടുവന്ന പ്രോഡക്റ്റ് ഒക്കെയാണ്. ഇത് കറുപ്പൊക്കെ ഇതിലെ ഞാൻ ഓൾറെഡി വെള്ളത്തിലിട്ടിട്ടോ. ഇതൊരു 8 മണിക്കൂറെങ്കിലും മാക്സിമം വെള്ളത്തിൽ കിടക്കണം പറഞ്ഞ കാരണം ഞാൻ നേരത്തെ ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു 3 മണിക്കൂറായി. ഇനി ഒരു 4-5 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ ഇത് അരയ്ക്കാൻ പറ്റുള്ളൂ. ഇതിന്റെ അകത്ത് കറുപ്പ് ഉഴുന്ന്, മണിച്ചോളം, കമ്പ്, രാഗി, കറുപ്പ് കവണി അരി ഇതെല്ലാം കൂടി ഒന്നിച്ചിട്ടിട്ട് സലാഡ് ഉലുവ കൊടുത്തിരിക്കുകയാണ്. ഉലുവ വലിയ ഇമ്പോർട്ടന്റ് ആണ്, ഉലുവ പറയുന്ന സാധനം. അപ്പൊ ഞാൻ കുറെ ട്രൈ ചെയ്ത് കുറെ ഫേസ്ബുക്കിൽ അതിലൊക്കെ തപ്പിപ്പിടിച്ച് നോക്കിയിട്ടുണ്ട്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ, കുട്ടികളുടെ മാത്രമല്ല മുതിർന്നവർക്കും ഷുഗറൊക്കെ ഉള്ളവർക്കും നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പൊ കൊളസ്ട്രോൾ വയറ്റിൽ അടഞ്ഞു കിടക്കുന്ന കൊളസ്ട്രോൾ ഒക്കെ പെട്ടെന്ന് മാറാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഇത് ഇവിടെ നമ്മുടെ കേരളത്തിൽ ഈ അരി കിട്ടൂല. ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് കുറെ ഓൺലൈനിലൊക്കെ തപ്പിപ്പിടിച്ചിട്ട് അവര് എന്താ പറയാ പൈസ ആദ്യം ജിപേ ചെയ്യാൻ പറഞ്ഞു. ജിപേ ചെയ്ത് പുറത്തെ സാധനം എത്തുമെന്ന് അറിയത്തില്ല. പക്ഷെ ക്യാഷ് ഡെലിവറി വന്നപ്പോ പറ്റില്ല പറഞ്ഞാണ് പോയി. അപ്പൊ അങ്ങനെ ഞാൻ നേരിട്ട് പോയി ഇന്നലെ പോയൊക്കെ വാങ്ങി കൊണ്ടുവന്നതാണ്. ഇതാണ് വെള്ളത്തിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ഇത് 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് ദോശയ്ക്കാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് അരച്ചിട്ട് എന്നിട്ട് ഞാൻ ബാക്കി വീഡിയോ കാണിച്ചു തരാം. അപ്പൊ ഓറഞ്ച് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇത് കസ്കസ് ആണ്. ഇത് ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ ആഡ് ചെയ്ത് കുടിക്കാറുണ്ട്. ഇത് നല്ലതാ. അത് കാരണം കൊണ്ടാണ് ഇതിന്റെ വലിയ ഭക്ഷണമൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. എല്ലാവരും പറയണത് നമ്മൾ ആഡ് ചെയ്ത് കുടിക്കണം. ഇന്ന് സാമ്പാർ തേങ്ങ വറുത്തരച്ച് കറി വെക്കാണ്. ഇതിനകത്ത് തേങ്ങ ചിരണ്ടിയിട്ടിട്ടുണ്ട്, ചെറുജീരകം, കുരുമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ചുവന്ന മുളക്, പരിപ്പ്, ചുവന്നുള്ളി എല്ലാം ഈ 2 ഇങ്ങനെ ഒത്തിരി ഒന്നും വേണ്ട. 2-3 അല്ലി വെളുത്തുള്ളി, 2-3 ചുവന്നുള്ളി, ഒരു ചെറുജീരകം, കടലപ്പരിപ്പ്, അങ്ങനെ ഇതൊക്കെ കൂടിയിട്ട് ഒന്ന് വാട്ടിയിട്ട് സാമ്പാർ വെക്കാൻ പോകാൻ വേണ്ടി. സാമ്പാർ എല്ലാവരും വെച്ചിട്ടുണ്ടാവും, എന്നാലും ഞങ്ങളുടെ സ്റ്റൈലിൽ വെക്കുന്ന സാമ്പാറാണ്. പിന്നെ ഇത് തോരനാണ്, പാവയ്ക്കയുടെ തോരനാണ്. ഉള്ളിയും പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പാവയ്ക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതേപോലെ സാമ്പാർ കഷ്ണങ്ങൾ എല്ലാവരും വീട്ടിലുള്ള സംഭവമൊക്കെ തന്നെയാണ്. വെണ്ടയ്ക്കയും സവാളയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് അരി ആയിട്ടുണ്ട്. അപ്പൊ അത് അരയ്ക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ അത് കാണിക്കാൻ വേണ്ടിയാണ്. ഇതൊന്നും കളയുന്നില്ല, ഇങ്ങനെ വെള്ളം മാത്രം വാർത്തിട്ട് അരി അരയ്ക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിനകത്ത് തേങ്ങയും ചെറുജീരകവും ചേർക്കുന്നുണ്ട്. അത് എന്റേതായ രീതിയിൽ ചെയ്താലേ എനിക്കത് ഇഷ്ടാവുള്ളൂ. എനിക്ക് തമിഴ്നാട്ടിൽ നിന്ന് ഈ പ്രൊഡക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ചെറുജീരകം തേങ്ങയും കൂടി ചേർത്തിട്ടാണ് അരയ്ക്കുന്നത്. അപ്പൊ എനിക്ക് നല്ല ഉദ്ദേശം കൊണ്ടാണ് ഞാനിത് യൂട്യൂബ് തുടങ്ങിയത്. 1, എല്ലാവർക്കും അന്നദാനം കൊടുക്കണം, അത് കണ്ടിന്യൂസ് ഫോളോ അപ്പ് ചെയ്യണം. 2, ഈ പ്രോഡക്റ്റ് എല്ലാവരിലും എത്തിക്കണം. അത്രേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ ഈ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതിനകത്ത് ഒരു കളറില്ല. 10 കൊല്ലമായിട്ട് സുഖമില്ലാതായിട്ട് സർദലും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പൊ അത് കാരണം കൊണ്ടാണ് ഇപ്പൊ ഞാനിത് സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുത്ത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തപ്പോ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഈ കുറുക്കായാലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ കഴിക്കാൻ തുടങ്ങിയ ശേഷം സർദിലൊക്കെ പറ്റ നിന്നുപോയി. അത് കാരണം കൊണ്ട് വയറും കുറഞ്ഞു. ശരിക്കും പറയണമെങ്കിൽ നമ്മുടെ വയറ് കുറയുമ്പോൾ നമുക്ക് നന്നായിട്ട് തിരിച്ചറിയും വയറ് കുറയുമ്പോ. അപ്പൊ അതൊക്കെ നോക്കിയിട്ടാണ് ഇപ്പൊ ഞാനിത് വീണ്ടും ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചത്. ചെറുജീരകം ഇടുന്നുണ്ട് ഇതിനകത്ത്, പിന്നെ തേങ്ങ ചേർക്കുന്നുണ്ട്. തേങ്ങ ശരീരത്തിന് നല്ലതാണ്. ഇതിന്റെ നാരിന്റെ അംശം ഹെൽത്തി ആണ്. അപ്പൊ തേങ്ങ ചേർക്കണം കൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പൊ തേങ്ങ ചേർത്തിട്ടുണ്ട്. ഇപ്പൊ ഇതിനകത്ത് ഒഴിച്ചു വെക്കാണ്. ഇച്ചിരി തരിതരിപ്പുണ്ട് കേട്ടോ, വലിയ നൈസായിട്ട് അരച്ചിട്ടില്ല. ഇതിങ്ങനെ റൊട്ടി പോലെ ഉണ്ടാക്കിയെടുക്കാണ് ഞാൻ. അപ്പൊ ഇത്തിരി കട്ടിയുണ്ട്. ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 2 മണിക്കൂർ. സാധാരണ നമ്മൾ മാവരച്ച് കഴിഞ്ഞാൽ ഒരു 8 മണിക്കൂറൊക്കെ ഇരിക്കണം. ഇതൊരു 2-3 മണിക്കൂർ ചെറിയൊരു പൊങ്ങൽ ഉണ്ടാകാൻ വേണ്ടിയാണ്. പുളി വേണ്ടായിട്ടാണ്. നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് അരച്ചിരിക്കുന്നത് പുളി കൊള്ളൂല. അപ്പൊ അത് കാരണം മോൾക്ക് സുഖമില്ലാത്തതാണ്. അവൾക്ക് ഓപ്പറേഷനൊക്കെ ഉണ്ട്. 3-4 കൊല്ലത്തിന് മുമ്പ് പറഞ്ഞതാണ് അവൾക്ക് സർജറി വേണമെന്ന്. ഞാൻ വലുതായിട്ടൊന്നും ശ്രദ്ധിക്കാത്തതാണ്. കൊച്ചിന് വയ്യ, ഇങ്ങനെ തലവേദന ഉണ്ട്. കയ്യിൽ കിട്ടിയതൊക്കെ വെച്ച് തലക്കിട്ടി ഇടിച്ചിടിച്ചിടിച്ച് അത് വലിയ പ്രശ്നമായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പം 4-ാം തീയതി രാത്രി വണ്ടി വരും. നമ്മൾ തിരുവനന്തപുരത്ത് പോകാൻ വേണ്ടി. 5-ാം തീയതിയാണ് അവൾക്ക് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത്.
ചിലപ്പോ അഡ്മിറ്റ് അഡ്മിറ്റ് ആവും, എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. അപ്പൊ ഇതാണ് ഇതിന്റെ പരുവം കേട്ടോ. വലിയ വെള്ളമില്ല ഒന്നുമില്ല, സാധാരണ ഒത്തിരി കട്ടിക്ക് ഇങ്ങനെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ദോശ ഉണ്ടാക്കിയത്. ആദ്യമായിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്നത്, എത്രത്തോളം ഉണ്ടാക്കി വരുമെന്ന് അറിയത്തില്ല, നോക്കാം. അപ്പൊ മാവ് ചെറുതായിട്ട് പൊങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ദോശ ഉണ്ടാക്കാൻ വേണ്ടി പോവാം. ഇത്രയും തിക്നെസ് ഉണ്ട്, തേങ്ങയിട്ട് അരച്ച കാരണം കൊണ്ടാണ്. ഇതാണ് ചമ്മന്തി. ഞാൻ ഒന്നും പാത്രത്തിൽ മാറ്റുന്നില്ല, സമയമില്ല, മോൾക്ക് സ്കൂളിൽ സമയമായി. അപ്പൊ ദോശക്കുള്ള ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി പോവാണ്. ഇതിനകത്ത് ഒരു തക്കാളിയും 1 സവാളയും 2 വെളുത്തുള്ളി അല്ലും 2 ചുവന്ന മുളകും പിന്നെ 1 കറിവേപ്പില, അത്രയേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ തണുത്ത് കിടക്കാൻ ഞാൻ വാട്ടി വെച്ച സംഭവമാണ്. അപ്പൊ ഇതിപ്പോ അരച്ചിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം. ദോശ ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല, ആദ്യമായിട്ട് ഇത് കഴിക്കുന്നത്. അപ്പൊ ട്രൈ ചെയ്ത് നോക്കാണ്. ടേസ്റ്റ് വലിയൊരു കുഴപ്പമൊന്നുമില്ല, പക്ഷെ ചെറുജീരകത്തിന്റെ കുത്തണ ആ ഒരു ഫ്ലേവർ ഉണ്ട്. നിങ്ങളിത് ഉണ്ടാക്കുമ്പോൾ ചെറുജീരകം വേണമെന്നില്ല. എനിക്ക് ഈ ജീരകം ഇങ്ങനെ ആഡ് ചെയ്യാൻ പല കാരണങ്ങളുണ്ട്. അപ്പൊ ചെറുജീരകം ഇഷ്ടമുള്ളവർക്കിട, അല്ലാത്തവർക്ക് ഒരു തേങ്ങ മാത്രം ഇട്ടിട്ട് എങ്ങനെ വേണമെങ്കിൽ, സാധാരണ നോർമൽ ദോശ ആണെങ്കിൽ നോർമൽ ദോശ ഉണ്ടാക്കാം, അല്ലാത്ത ദോശ ആണെങ്കിൽ ചുട്ടിട്ടാണ് കേട്ടോ. അല്ലാത്ത ദോശ ആണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഇത് ഉണ്ടാക്കാം. പിന്നെ സ്ഥിരം ഉണ്ടാക്കണം, കുറുക്കോട് ഉണ്ടാക്കി, ചോറുണ്ടാക്കി, സാമ്പാർ ഉണ്ടാക്കി, പാവയ്ക്ക തോരൻ ഉണ്ടാക്കി, വെള്ളം തിളപ്പിച്ച് വെച്ച്. അപ്പൊ ഇങ്ങനത്തെ പരിപാടി ഇവിടെ വെച്ച് നിർത്തുവാണ്.